അതാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. മച്ചാമാരെ കഥ തുടങ്ങുന്നത് ഒരു കൊച്ചു ചെറുക്കനെ കാണിച്ചുകൊണ്ടാണ്. ആ ചെക്കൻ്റെ പേരാണ് സ്റ്റീവ്. സ്റ്റീവിന് ഗെയിമിംഗ് ഷോപ്പിലേക്ക് വരുന്ന അങ്ങനെ ഗാർബേജ് മാനും ആ ചെക്കനും അവിടെ വെച്ച് പരിചയപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. ആ സ്ഥലം മാറി വന്ന ആ പയ്യൻ ഇപ്പോൾ പുതുതായി സ്കൂളിൽ ചേരുകയാണ്. അവന്റെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവന്റെ വൈസ് പ്രിൻസിപ്പളെ കണ്ട പിന്നെ ആ ചെക്കൻ എടുത്തിട്ട് ഒരു ആയുധം ഉണ്ടാക്കുവാണ്. അപ്പോഴത്തെ ഗൈസ് അവർ വരുന്നു. വേറെ ആരുമല്ല, പിഗ്ലിങ്സുകൾ. അവർ ഇപ്പോൾ ആ വില്ലേജ് ഒക്കെ ആക്രമിച്ച ശേഷം ആ ഓർബ് സ്വന്തമാക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് നീണ്ട ഒരു ഫൈറ്റ് സീൻസ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയിലും നമ്മുടെ ഗാർബേജ് മാനെ വിടുന്നില്ല കേട്ടോ. അവിടെ ഗാർബേജ് മാനെ എടുത്തിട്ടടിക്കാൻ അതിന് 2 ചിറകേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്റ്റീവിന് ഒരു ചിറകില്ല. അതുകൊണ്ട് അവർ നേരെ ചാടി ഗാർബേജ് മാന്റെ മുകളിലിരിക്കുകയാണ്. എന്നിട്ട് ഗാർബേജ് മാന്റെ മുകളിൽ ഇരുന്നിട്ട് പോവാണ്. ഇപ്പോൾ ഇവർക്ക് പോകേണ്ടത് ഒരു മെൻഷനിലാണ്. കാരണം ഇവർക്ക് ഇപ്പോൾ ആ പോട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി ഒരു ക്രിസ്റ്റൽ ആവശ്യമാണ്. ഇപ്പോൾ ഒരേ ഒരു ക്രിസ്റ്റലേ ആ വേൾഡിലുള്ളൂ. അതുള്ളത് ആ മെൻഷനിലാണ്. ഇവരെ പിടിക്കാൻ വേണ്ടി പിഗ്ലിങ്സ് ഇവരെ പിറക്കെ പോകുന്നുണ്ട്. ഓടിക്കയറുകയാണ്. അതിന് 2ാമത്തെ നിലയിൽ നിന്ന് മെല്ലെ ഒളിച്ചും പതുങ്ങിയും പോയി 3ാമത്തെ നിലയിൽ എത്തിപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്റ്റീവിനെയും ഗാർബേജ് മാനെയാണ്. അവരിപ്പോൾ വിൻഡിക്കേറ്റ്സ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ സ്റ്റീവും ഫ്രണ്ട്സും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് യുദ്ധം ചെയ്ത് ഈ ലോകം സംരക്ഷിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളും അവരവിടെ റെഡിയാക്കുവാണ്. തുടങ്ങാണ് അവിടെ അടി. ചറപ്പറ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങുകയാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അടിയൊന്നല്ല കേട്ടോ, നല്ല അടി തന്നെയാണ്. ഈ അയൺ കോളംസ് ഉണ്ടല്ലോ, അവര് ആ പിഗ്ലിങ്സിനെ സ്റ്റീവിനെ പിടിക്കാൻ. പക്ഷെ സ്റ്റീവ് പോകുന്നില്ല. ഒന്ന് പോത്തല്ലെന്ന് പറഞ്ഞ് സ്റ്റീവ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴും ആ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഗ്യാപ്പിലും ആ സ്റ്റീവിനെ ഒക്കെ കത്തേറിയാൻ നോക്കാണ് കേട്ടോ. അങ്ങനെ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല അനുഭവങ്ങളും സമ്മാനിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. അവരെ യാത്രയാക്കാൻ സ്റ്റീവും വില്ലേജസും എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റീവിനെ റിയൽ വേൾഡിലേക്ക് പോകാൻ വേണ്ടി അവർ നിർബന്ധിക്കുകയാണ്. കൂടാതെ ആ പ്രിൻസിപ്പളും ആ വില്ലേജറിന്റെ ഭാഷ പിടിക്കുകയാണ്. അതിനെല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല, നമുക്ക് സുരേഷേട്ടനെ കൊണ്ട് പറയിപ്പിക്കാം. സുരേഷേട്ടൻ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനേ പറയുമോ ഗൈസ്? അപ്പോൾ നമ്മുടെ സുരേഷേട്ടൻ എന്തോ മൂടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ ഗൈസ്, ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കഴിയുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീഡിയോ നല്ല സപ്പോർട്ട് കിട്ടിയ ഗൈസ് എനിക്ക് നല്ലൊരു എനർജി ആയിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്.